അസ്സലാമു അലൈക്കും. മദ്രസ പാഠപുസ്തകം നോക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും പറയാനുള്ളതാ അൽ അഹ്കാമുൽ ഖംസത്ത് ശറഇയ്യ എന്ന മദ്രസയിലെ പാഠപുസ്തകത്തിലുള്ളത്. ഒന്നാമത്തത് വാജിബ്, അൽ അഹ്കാമു ശറഇയ്യ എന്നല്ല, അൽ അഹ്കാമുൽ ഖംസത്ത് ശറഇയ്യ എന്ന. ഒന്നാമതായി പറഞ്ഞത് വാജിബാണ്, രണ്ടാമത് പറഞ്ഞ ഹറാമ്, മൂന്നാമത് സുന്നത്താ പറഞ്ഞു മുസ്തഹബ്. ആ സുന്നത്തിന്റെ മറ്റൊരു പേരാണ് മുസ്തഹബ് തതവ്വു എന്നുള്ളത്. ലാസ്റ്റ് പറഞ്ഞത് ജവാസ്, ജവാസിന്റെ മറ്റൊരു പേരാ മുബാഹ്. മദ്രസ പാഠപുസ്തകം എടുത്ത് നോക്കണം, ജവാസിന്റെ യുഖാലു ലഹു മുബാഹ്. മദ്രസ പാഠപുസ്തകം എടുത്ത് നോക്കണം, നിങ്ങളും EK വിഭാഗവും പഠിപ്പിക്കുന്ന മദ്രസ പാഠപുസ്തകം എടുത്തു നോക്കണം. ജവാസിന്റെ മറ്റൊരു പേരാണ് മുബാഹ്, ജവാസിന്റെ മറ്റൊരു പേരാണ് മുബാഹ്. യജൂസ് മാൽ കറാഹത്തി നിങ്ങൾ പറയാറില്ലേ ഫിഖിന്റെ കിതാബിൽ? എങ്ങനെ ജവാസ് ആകാൻ കറാഹത്തായി? ജവാസ് ആകാൻ എങ്ങനെ കറാഹത്തായി? തിരിച്ചിട്ട് കാര്യമില്ല. യജൂസ് മാൽ കറാഹത്തി എന്ന് ഷാഫി കിതാബ് പറയുന്നുണ്ട്. യജൂസ് മാൽ കറാഹത്തി എന്ന് പറഞ്ഞാൽ ജവാസ് ആയിരിക്കുന്ന കാര്യം എങ്ങനെ കറാഹത്തായി ഞങ്ങൾ ചോദിക്കുന്നു. മുസ്തഹബിന്റെ മറ്റൊരു പേരാണ് തതവ്വു. അതുപോലെ തന്നെ മുസ്തഹബിന്റെ മറ്റൊരു പേരാണ് തതവ്വു. ഇതേ രൂപത്തിൽ ജവാസിന്റെ മറ്റൊരു പേരാണ് മുബാഹ്. അത് മദ്രസ പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. മദ്രസ പാഠപുസ്തകം എടുത്തു നോക്കേണ്ടിയിരുന്നു. മദ്രസ പാഠപുസ്തകം എന്ന് എടുത്തു നോക്കണം. അൽ അഹ്കാമുൽ ഖംസത്ത് ശറഇയ്യ എന്ന അധ്യായത്തിൽ മുബാഹിന് പറയപ്പെടുന്ന മറ്റൊരു പേര് യുഖാലു ലഹു ജവാസ് എന്ന് ഈ ഒരു മദ്രസ പാഠപുസ്തകത്തും പറഞ്ഞിട്ടുണ്ട്. മദ്രസ പാഠപുസ്തകത്തിലെ തിരുത്തികൾ ജവാസ് എന്ന് പറഞ്ഞാൽ അത് അഹ്കാമുൽ ഖംസത്ത് ശറഇയ്യയിൽപ്പെട്ടതാണ്. ജവാസിനെ സംബന്ധിച്ച് ഷാഫി കിതാബിൽ മുഴുവൻ പറയുന്നു യജൂസ് മഅൽ കറാഹത്തി എന്നും. യജൂസ് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കറാഹത്താകുക? യജൂസ് ജവാസ് എന്ന് പറഞ്ഞാലും മുബാഹ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ സുന്നത്തിന്റെ വേണ്ടി ഉപയോഗിക്കും, ചിലപ്പോൾ കറാഹത്തിന്റെ വേണ്ടി ഉപയോഗിക്കും. ഷാഫി കിതാബ് പരിശോധിച്ച് നോക്കണം. ഷാഫി കിതാബ് നോക്കാതെ ഉരുത്തുള്ള ഉസ്താദ്മാർക്ക് പഠിക്കാമെന്ന് പറഞ്ഞു. അതിന് ആദ്യമായിട്ട് ഉസ്താദ്മാർക്ക് ഗുരുത്വം വേണം. ഉസ്താദ്മാരെ തള്ളിപ്പറയുന്ന ആളെ ചെന്ന് ഓതി പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായി പറയുന്നു മദ്രസ പാഠപുസ്തകമെങ്കിലും വായിച്ചിട്ട് ജവാസ് എന്താണ്, മുസ്തഹബ് എന്താണ്, മുബാഹ് എന്താണെന്ന് പഠിക്കേണ്ടിയിരുന്നു. യജൂസ് മഅൽ കറാഹത്തി എന്ന് ഷാഫി കിതാബിൽ മുഴുവൻ പറയുന്നുണ്ട്. യജൂസ് എന്നതോടൊപ്പം കറാഹത്ത് പറയും. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു. ഞങ്ങളിവിടെ വിവാദം എഴുതി അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അഹ്കാമുൽ ഖംസത്ത് ശറഇയ്യയിൽപ്പെട്ടതാ ഒന്ന് ജവാസ്. ഞങ്ങൾ പറഞ്ഞു സ്ത്രീകൾ പള്ളിയിൽ പോകാൻ അനുവദനീയമെന്ന് പറഞ്ഞു. ഹുക്മ് പറഞ്ഞു കഴിഞ്ഞു. എന്താ നിങ്ങൾക്ക് ഹറാമാണെന്ന് പറയാനുള്ള പേടി? നിങ്ങൾ വാദം പറയുന്നുണ്ടല്ലോ തടയപ്പെടേണ്ടതാണ്, പുണ്യകർമ്മല്ല എന്ന്. എന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പള്ളി പോലെ ഹറാമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ? കാരണം എല്ലാവർക്കും തിരിയും. ഷാഫി ഇമാമിന്റെ കിതാബ് പരിശോധിച്ച് നോക്കിയാൽ ഹറാമാണെന്ന് കാണൂല. അതുകൊണ്ടല്ലേ നിങ്ങൾ വെച്ച് മാറുന്നത്. ഇവിടെ നമ്മുടെ ചർച്ച ഷാഫി ഇമാമിന്റെ കിതാബിന് വിരുദ്ധമാണ് കേരളത്തിലെ സുന്നികൾ ചെയ്യുന്നത് എന്നാണ്. സാധാരണ സംവാദത്തിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് അവിടെയൊക്കെ നിങ്ങൾ ഹറാമാണെന്ന് പറയും. ഇവിടെ ഷാഫി ഇമാമിന്റെ കിതാബിൽ ഹറാമാണെന്ന് നിങ്ങൾ നെഗി തഫ്സീറും കാണൂല. അതുകൊണ്ടാണ് ഹറാമാണെന്ന് എഴുതാനൊക്കെ മടി. ധൈര്യമുണ്ടെങ്കിൽ കേരള സുന്നികളെ വാദം എഴുതണം. ഹുക്മ് പറയണം. ഹുക്മൊന്ന് വേറെ വാദമൊന്ന് വേറെ പറയണ്ട. ഹുക്മിനാണ് ദലീലുണ്ടാവരുത്, വാദത്തിലല്ല. നിങ്ങൾ പറയണം പെണ്ണുങ്ങൾ പള്ളി പോലെ ഹറാമാണ്, ഹറാമാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ ദലീലുകൾ കൊണ്ടുവരണം, പ്രമാണം കൊണ്ടുവരണം, ഷാഫി കിതാബും കൊണ്ടുവരണം. വാദമൊന്ന് വേറെ ഹുക്മെന്ന് വേറെ പറയും. കബളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു കിതാബ് തന്നെ നമ്മളിത്. അതുകൊണ്ട് കിതാബിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം. അതുകൊണ്ട് വാദത്തിലേക്ക് വരണമെന്ന് ദലീലുമായി ആവശ്യപ്പെടും. ഇല്ലില്ല ഞാൻ പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. ഈ ദാരിമി എഴുന്നേറ്റപ്പോ ഞാൻ മനസ്സിലാക്കി ഇതുവരെ ഹനീഫൊക്കെ പറഞ്ഞതിന് നേരെ എതിര് ഇപ്പൊ ഒന്ന് പറഞ്ഞു വരുന്ന ഇവിടെ നടന്നുകൊണ്ടിരുന്ന ചർച്ച മുബാഹ് എന്നതിൽ സുന്നത്ത് പെടുവോ ഇല്ലേ, പുണ്യകർമ്മമാണ് നിങ്ങൾ എഴുതിയെന്നാണ് ചർച്ച തുടങ്ങുന്നത്. ഇയാള് പറയുന്നത് അഹ്കാമുൽ ഖംസയിൽ ജവാസ് എണ്ണിയിട്ടുണ്ട്, മുബാഹ് എന്നാണ് എല്ലാ പുസ്തകത്തിലും എല്ലാ കിതാബിലും എണ്ണാറുള്ളത്. കുറച്ചും അയാൾ എന്നെ മാറ്റി പറഞ്ഞ് യുഖാലു ലഹു ജവാസ് എന്നാണുള്ളത്. ആദ്യം അയാൾ പറഞ്ഞ മുബാഹ് എന്നുണ്ട്, ജവാസ് എന്നുണ്ട്. പിന്നെ കുറച്ചും ഇതേ ദാരിമ്യാണ് പറയുന്നത് മുബാഹ് എന്ന് എഴുതിയിട്ട് അതിന്റെ തൊട്ടിപ്പുറം യുഖാലു ലഹു ജവാസ് എന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ അഹ്കാമുൽ ഖംസയിൽ എണ്ണുമ്പോ മുബാഹ് എന്നാണ്. ആ മുബാഹിൽ സുന്നത്ത് പെടുവോ ഇല്ലേ, ഇതാണ് നമ്മളെ ചർച്ച. ഇനി ഈ ദാരിമി കാര്യമായ ഒരു സുന്നി പണ്ഡിതരെ കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആളെ അവസ്ഥയാണ് ഇതെങ്കിൽ ഇനിയിപ്പോ ഏതൊക്കെ ദാരിമാരെ വരാം, ഇവരൊക്കെ അവസ്ഥ എങ്ങനെ ആയിരിക്കുമെന്ന് ഇതോടുകൂടെ ബോധ്യപ്പെട്ടല്ലോ. അൽഹംദുലില്ലാ. എന്താ ഏതായാലും ദാരിമി പറഞ്ഞത് അംഗീകരിച്ചല്ലോ. യുഖാലു ലഹു ജവാസ്, അതിന് ജവാസ് എന്ന് പറയും. അതെന്നെ ദാരിമ്യം പറഞ്ഞിട്ടുള്ളൂ, അതിൽ അപ്പുറം പറഞ്ഞിട്ടില്ല. അപ്പോ ഏതായാലും മുബാഹാണ് എന്നാണ് ഞങ്ങളുടെ വാദം. ഞാൻ പറഞ്ഞല്ലോ മുബാഹാണ്, പുണ്യകർമ്മമാണ്. അതെങ്ങനെയാകാന്നല്ലേ? അതെങ്ങനെയാകാന്ന് അവിടെ ചോദിക്കും. ഇമാം ഷാഫിയുടെ കിതാബ് വെച്ച് തെളിയിച്ചത് ഞങ്ങള്.
ഇമാം ഷാഫിയുടെ കിതാബ് വെച്ചിട്ട് മുബാഹാണ് പുണ്യകർമ്മമാണെന്ന് തെളിയിക്കും ഞങ്ങൾ. അപ്പൊ ചോദ്യം ഇമാം ഷാഫിയോട് വെച്ചാൽ അതെങ്ങനെയാകാം? അതിനാ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഹുക്കം എഴുതാൻ പറഞ്ഞു, ഞങ്ങളോട് ഹുക്കം എഴുതാൻ പറഞ്ഞു, ഞങ്ങൾ എഴുതി മുബാഹാണ് പുണ്യകർമ്മമാണ്. ഇനി അങ്ങനൊന്നും ഉണ്ടാവോ ഇല്ലെന്നാണോ? അങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ പറ്റി അങ്ങനെ ഒരു ഹുക്കം ഉണ്ടാവോ ഇല്ലെന്നാണോ? ധൈര്യം ഉണ്ടെങ്കിൽ അവിടുന്ന് ചോദിക്ക്, ഞങ്ങൾക്ക് അവിടുന്ന് തെളിയിക്കാൻ കഴിയും. ഇമാം ഷാഫിയുടെ കിതാബ് വെച്ച് ഞങ്ങൾ തെളിയിക്കും മുബാഹാണ് പുണ്യകർമ്മമാണ്. ആ ധൈര്യത്തോടെ ഞങ്ങൾ എഴുതിയത്. ഞങ്ങളോട് ഹുക്കം എഴുതാൻ പറഞ്ഞു, ഞങ്ങൾ എഴുതിയത് ഹുക്കുമാണെന്ന് പറഞ്ഞു. അതിന് മലയാളത്തിൽ അനുവദനീയെന്ന് പറയുമെന്ന് പറഞ്ഞു, അറബിയിൽ മുബാഹ് എന്ന് പറഞ്ഞു. ഇനി ധൈര്യം ഉണ്ടെങ്കിൽ ഹറാമാണ് എന്ന് എഴുതണം. ഒച്ച കുറച്ച് ഉത്തരവുകൊണ്ട് വിഷയം സ്ഥിരപ്പെടില്ല. ഒരു കാര്യം ഉറപ്പായി, ദാരിദ്ര്യം കണക്കാണ്, എല്ലാവരും കണക്കാം, എല്ലാം കണക്കാണ്. ഇതിലേക്ക് പോയോ സാധനം നശിച്ചുപോയി. അത് എത്ര നല്ല സാധനമാണെങ്കിലും കുരുത്തക്കേട് തട്ടി പോകും. അതുകൊണ്ട് പോകും. ഒരു കാര്യം, ഈ ദാരിദ്ര്യം മുജാഹിദായതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, അയാളെ നാടും അപ്പുറത്ത് ഇനി ആരും മുജാഹിദാവില്ല. കാരണം അയാളെ പോയത് ഈ കാര്യം പോകില്ല ഉറപ്പാ. കാരണം അതാണ് അവിടുത്തെ അവസ്ഥ. അൽഹംദുലില്ലാഹ് നിങ്ങൾ മുജാഹിദായത് വളരെ നന്നായിട്ടുണ്ട്. ആ നാട്ടിൽ ഇനി ആരും മുജാഹിദാവില്ല. കാരണം അത്ര ഇനി ഞാൻ ബാക്കി വിശദീകരിക്കുന്നില്ല, വേണമെങ്കിൽ പറയും. ഞാൻ പറഞ്ഞു വന്നത് ശരി, പൗലമി മുബാഹിൽ സുന്നത്ത് വിടുമോ വിടൂലേ, അതാണ് നമ്മൾ തമ്മിലുള്ള ചർച്ച. നിങ്ങൾ എഴുതിയത് പൊട്ടപ്പോയത്തമാണ്. അപ്പൊ നിങ്ങളെന്താ അവിടെ ആദ്യം നിങ്ങൾ സംവാദത്തിൽ ചോദിച്ചോ? അതാണ് ഞങ്ങളും പറഞ്ഞത്. ഞങ്ങൾ തടയപ്പെടാണ്ടതാണെന്ന് എഴുതി. അപ്പൊ നിങ്ങൾ ഹറാമാണെന്ന് വാദമില്ലേ? ചോദിച്ചോ സംവാദത്തിൽ, ഞങ്ങൾ മറുപടി പറയും. അതിനാണ് വാദപ്രതിവാദം. ഇനി നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഞങ്ങളുടെ ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ നിന്ന് തന്നെ എപ്പോൾ ഹറാമാകുന്നു എന്നും എപ്പോൾ ഹറാമല്ല എന്നും എപ്പോൾ വിശുദ്ധമാണെന്നും എപ്പോൾ തടയപ്പെടണമെന്നും ഞങ്ങൾ തെളിയിക്കും കേട്ടോ. 10,000 കുതിരശക്തിയോട് ഞങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആണത്തിനുണ്ടോ? ആൺകുട്ടികളാണോ? ഒന്ന് പറയുമോ? ഞങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഞങ്ങളിതിവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. തീർച്ചയായും ഞങ്ങളുടെ വാദം തടയപ്പെടേണ്ടതാണ്. അപ്പൊ ഹറാമാണെന്ന് ചോദ്യമില്ലേ? ചോദിച്ചോ സംഭവത്തില് അവിടുന്ന് ഞങ്ങൾ അതിന്റെ ഉത്തരം പറയും. ഏതുപോലെ നിങ്ങൾ പറഞ്ഞല്ലോ മുബാഹാണ് പുണ്യകർമ്മമാണ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്താ ഉത്തരം പറഞ്ഞത്? അത് വാദപ്രതിവാദത്തിൽ നിന്ന് ചോദിച്ചോ. ശരി, ഞങ്ങൾ ഞങ്ങളുടെ വാദം പറഞ്ഞു. ഞങ്ങളുടെ ദേവയാണത്. ഹുക്കുമും ദേവയും ഒന്നാവണമെന്നില്ല. അതിന്റെ ഉദാഹരണങ്ങൾ എത്രയോ പറഞ്ഞു തന്നു. കൃത്യമാണ്. ആണ് ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. വളരെ വ്യക്തമായി ഞങ്ങളുടെ ആശയം ഞങ്ങൾ വ്യക്തമാക്കി. സ്ത്രീകളെ പള്ളികളിൽ നിന്ന് തടയപ്പെടേണ്ടതാണ്. ഇത് ഇമാം ഷാഫിയുടെ വാദമാണ്. കൃത്യമാണ്, ഇമാം ഷാഫിയുടെ വാദമാണത്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ തെളിയിക്കും. അത് ഹറാമാണെന്നില്ലേ? ശരി, ഹറാമാണെന്നുണ്ട്. അതതിന്റെ ഹുക്കുമാണോ? നിങ്ങൾ വാദപ്രതിവാദത്തിൽ നിന്ന് ചോദിച്ചോ. ഞങ്ങളതിന്റെ തെളിവ് പറയും. തീർച്ചയാണ്. ഇപ്പോൾ നിങ്ങൾ എഴുതിയ വാദത്തിന്റെ നേരെ വിപരീതം ഞങ്ങൾ എഴുതിക്കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ വരുന്നില്ല. ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതി. അത് രണ്ടും വെച്ചിട്ട് ഒരു വാദപ്രതിവാദത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല. വരൂ നിങ്ങൾ, എന്നിട്ട് നമുക്ക് എഴുതാ എന്ന് വാദപ്രതിവാദം നടത്തണം. ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇനി സംവാദം നടന്നേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളിത് എഴുതി, നിങ്ങൾ അതും എഴുതി. വാദപ്രതിവാദത്തിൽ വരൂ, ഞങ്ങൾ തെളിയിച്ചു തരാം എന്താ ഷാഫി ഇമാമ പറഞ്ഞു എന്ന്. ഇതിനാണ് പെടുക എന്ന് പറയുന്നത് മലയാളത്തിൽ. പെട്ടു. എന്താ ഇത്ര നേരം നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഹുക്കം എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഹുക്കം എഴുതുന്നില്ല അല്ല ഞങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഹുക്കം എഴുതുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഹുക്കം എഴുതിയില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഹുക്കം എഴുതി. അനുവദനീയമാണ്. ഹുക്കം എഴുതി. അനുവദനീയവും പുണ്യകർമ്മവുമാണ്. ഞങ്ങൾ എഴുതി. വെറുതെ എഴുതിയതല്ല. ഇമാം ഷാഫിയുടെ കിതാബ് വെച്ച് ഞങ്ങൾ തെളിയിക്കുന്ന ഞങ്ങൾ പറയുന്നത്. എന്റെ തൊള്ളോണ്ട് തെളിയിക്കുന്നില്ല. ഇമാം ഷാഫിയുടെ കിതാബ് വെച്ച് ഞങ്ങൾ തെളിയിക്കും അനുവദനീയവും പുണ്യകർമ്മവുമാണ്. നിങ്ങൾ ഞങ്ങൾ ഹുക്കം എഴുതിയില്ലാണ് ഇതുവരെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഹുക്കം എഴുതി, ഇതാണ് ഹുക്മി എന്ന് ഞാൻ പറഞ്ഞു. ഇനി ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ ഹുക്കം എഴുതാൻ? ഞങ്ങൾ ഹുക്കം എഴുതാത്തത് കൊണ്ടാണ് നിങ്ങൾ ഹുക്കം എഴുതാത്തത് എന്ന് ഇതുവരെ പറഞ്ഞ നിങ്ങൾക്ക് എന്തേ ഞങ്ങൾ എഴുതിയത് ഹുക്കുമാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ ഹുക്കം എഴുതാൻ പോടി? ഇത് ഹുക്കുമല്ലേ? ഇത് ഹുക്കുമാണ്. ഞങ്ങൾ പറയുന്ന ഹുക്കുമാണ്. ഞങ്ങൾ ഹുക്കം എഴുതി അനുവദനീയം, പുണ്യകരം. സ്ത്രീകൾ ജമാഅത്തുകൾക്കും പങ്കെടുക്കുന്നത് ഹറാമാണ് എന്ന് ഇമാം ഷാഫിയുടെ കിതാബ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഞങ്ങൾ പറഞ്ഞ സ്ത്രീകൾ ജമാഅത്തിനും ജുമാക്കും പങ്കെടുക്കൽ അനുവദനീയമാണ്, പുണ്യകർമ്മമാണ് എന്നത് ഷാഫി കിതാബ് കൊണ്ട് ഞങ്ങൾ തെളിയിക്കും.
തെളിയിക്കും. അങ്ങനെ ഒരു ഹുക്കുമില്ല, അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ എഴുത്. എന്നിട്ട് അവിടെ വെച്ച് നിങ്ങൾക്ക് തകർക്കാൻ കഴിയല്ലോ. ഞങ്ങൾ പറയുന്നത് ഞങ്ങളോട് നിങ്ങൾ എഴുതണം, നിങ്ങളെ ഹുക്കുമായ നിങ്ങൾ എഴുതിയ ഇക്കാലം വരെ നിങ്ങൾ എഴുതിയ ഹറാം എന്നത് നിങ്ങൾ എഴുതണം. കാരണം അതാണ് ഞങ്ങൾക്ക് തകർക്കാനുള്ളത്. അത് ഇമാം ഷാഫിയുടെ കിതാബ് കൊണ്ട് ഞങ്ങൾക്ക് തകർക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതല്ല, നിങ്ങൾ എഴുതണം, ഹുക്കം എഴുതണം എന്ന് പറഞ്ഞു, ഹുക്കം എഴുതി, ഹുക്കം എഴുതണം എന്ന് പറഞ്ഞു, ഹുക്കം എഴുതി, അനുവദനീയം എന്നെഴുതി, പുണ്യകർമ്മം എന്നെഴുതി. അത് ഇമാം ഷാഫിയുടെ കിതാബ് കൊണ്ട് ഞങ്ങൾ തെളിയിക്കും, അനുവദനീയമാണെന്ന് തെളിയിക്കും. എന്തായാലും ഇമാം ഷാഫി അനുവദനീയാണെന്ന് എഴുതൂലല്ലോ. അതിന് അനുവദനീയമാണ് എന്നതിനുള്ള ഹുക്കുമ് ഇമാം ഷാഫിയുടെ കിതാബിൽ നിന്ന് ഞങ്ങൾ തെളിയിക്കും. ആ തെളിയിക്കും എന്ന ധൈര്യത്തിലാണ് ഞങ്ങളിത് പറഞ്ഞത്. അത് പുണ്യകർമ്മമാണ്, അതേപോലെ തന്നെ അനുവദനീയമാണ്, അതേപോലെ ഖൈറാണ്, പുണ്യകർമ്മമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ വ്യക്തിപരമായ പരാമർശങ്ങൾ പരസ്പരം നടത്തുന്നത് അത്ര നന്നാവുകയില്ല. നിങ്ങളുടെ സംസ്കാരത്തിലേക്ക് ഞങ്ങളും താഴേണ്ടി വന്നാൽ ഞങ്ങളും ചിലതൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് പറയാതിരിക്കലാകും നന്നാവുക എന്ന് മാത്രമാണ് എനിക്കതിനെപ്പറ്റി വളരെ സ്നേഹത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്. ഈ ധാരിമിനെ അയാൾ തലികെട്ടിട്ട് അവിടെ ഇരിക്കാണ്ടപ്പോ ഒരു ആദരവ് തോന്നി, ഇതൊരു മൂല്യരാണെന്നൊക്കെ ഉള്ളത്. പക്ഷെ വെറും വിഡ്ഢിത്താണ് അയാൾ പറഞ്ഞത്. ദയവ് ചെയ്ത് നിങ്ങൾ ഓതി പഠിച്ച കുരുത്തും പൊരുത്തുള്ള ഉസ്താമാരത്തുനിന്ന് ഓതി പഠിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ജവാസ് എന്ന് പറഞ്ഞത് ജവാസ് എന്ന് പറഞ്ഞത് ഒരു ഹുക്കുമല്ല. ജവാസ് എന്ന് പറഞ്ഞാൽ ഒരു ഹുക്കുമല്ല, മുബാഹാണ് ഹുക്കും. ജവാസ് എന്ന് പറഞ്ഞാൽ മുബാഹും പെടും. ഇത് ഞാൻ പറയട്ടെ, അതെ ജവാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അതെ ആയിക്കോട്ടെ ഞാൻ പറയട്ടെ. അതെ ജവാസ് എന്ന് പറഞ്ഞാൽ മുബാഹും പെടും, സുന്നത്തും പെടും, വാജിബും പെടും. ഈ മൂന്നിനും കൂടി പറയുന്ന ഇതാണ് ജവാസ്. അതൊരു ഹുക്കുമല്ല. ദയവേത് ജമ്മു ജവാമി എന്ന് പറഞ്ഞൊരു കിതാബെങ്കിലും ജസ്റ്റ് ഓതിയിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട്. ജവാസ് എന്ന് പറഞ്ഞത് ഒരു ഹുക്കുമല്ല. ഒരു സാധനം മുബാഹും പുണ്യകർമ്മം കൂടി ആകുക എന്നുള്ളത് ഉണ്ടാവില്ല. മുബാഹ് എന്നതിന്റെ ഒരു വിപരീതമാണ് സുന്നത്ത് എന്നുള്ളത്. മുബാഹും സുന്നത്തും കൂടി ആവില്ല. ഹനീഫ മൗലവി വിഡ്ഢിത്തം പറയരുത്. മുബാഹും പുണ്യകർമ്മവുമാണ്, അനുവദനീയവും പുണ്യകർമ്മവുമാണ് എന്നുണ്ടാവില്ല. ഒരു സംഗതി മുബാഹാണെങ്കിൽ ആ മുബാഹ് എന്ന് പറഞ്ഞാൽ ചെയ്താലും കൂലില്ല, ഉപേക്ഷിച്ചാലും കുറ്റമില്ല, അങ്ങനത്തെ കാര്യത്തിനാണ് മുബാഹ് എന്ന് പറയാ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിട്ടുണ്ടെന്നാ പറയാ. ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ ചെയ്താൽ കൂലിയില്ല, ഉപേക്ഷ കുറ്റമില്ല, അങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ കൂലിട്ടുന്ന ഒരു കാര്യം കൂടി രണ്ടും എങ്ങനെ ഒന്നാകുക? വിഡ്ഢിത്തം പറയരുത്. ബഹുമാനപ്പെട്ട ദാരിമിനോടാ പറയാനുള്ളത്. ആരും നിങ്ങൾ ഈ തലീകെട്ട് കെട്ടിയാണ്ട് ഈ തലീകെട്ടും കെട്ടിയാണ്ട് നിങ്ങൾ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടരുത്. കാരണം അത്ര വലിയ വിഡ്ഢിത്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ജവാസ്, ദയവ് ചെയ്ത് ജവാസ് എന്ന് പറഞ്ഞ ജവാസ് ഞാൻ പറയട്ടെ, ജവാസ് എന്നുള്ളത് ഒരു ഹുക്കുമല്ല. ജവാസ് എന്നുള്ളത് ഒരു ഹുക്കുമല്ല. ജവാസ് എന്നുള്ളത് മുബാഹ്, വാജിബ്, സുന്നത്ത് ഈ മൂന്നിനെയും ഉൾപ്പെടുത്തുന്ന ഒരു പദമാണ് ജവാസ്. യജൂസു എന്ന് പറഞ്ഞ ഒരു ഹുക്കുമല്ല. ജമ്മുൽ ജവാമി എന്ന് പറഞ്ഞ കിതാബ്, ഏറ്റവും ചുരുങ്ങിയത് ജമ്മുൽ ജവാമി എന്ന് പറഞ്ഞൊരു കിതാബ് ഓതിയിട്ടുണ്ടെങ്കിൽ, കുരുത്തും പൊരുത്തുള്ള ഉസ്താദ് ഓതിയ പറഞ്ഞല്ലോ, ഓതിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു യജൂസു എന്ന് പറഞ്ഞാൽ അതൊരു ഹുക്കുമാണ്, ജവാസ് ഒരു ഹുക്കുമാണെന്ന് കാണിച്ചു തരാൻ തീരുണ്ട്. ജവാസ് എന്ന് പറഞ്ഞാൽ മുബാഹ് പെട്ടു, സുന്നത്ത് പെട്ടു, വാജിബ് പെട്ടു, ഈ മൂന്നിനും പറയുന്ന ഒരു വ്യാപകമായ പേരാണ് ജവാസ് എന്നുള്ളത്. അതൊരു ഹുക്കുമല്ല. ഹുക്കുമ് മുബാഹാണ്. ഞാൻ പറയട്ടെ ഒരൊറ്റ മിനിറ്റും കൂടി. മുബാഹും സുന്നത്തും കൂടി ഒരേ സാധനമാവില്ല. ഒരു സാധനം മുബാഹുമാണ് സുന്നത്തുമാണ് അങ്ങനെ ഉണ്ടാവില്ല. ഒരു സാധനം ഇങ്ങനെ വാജിബുമാണ് ഹറാമാണ് അങ്ങനെ ഉണ്ടാവോ? ഒരു സാധനം വാജിബുമാണ് സുന്നത്തുമാണ് അങ്ങനെ ഉണ്ടാവോ? വിഡ്ഢിത്തം പറയരുത്. അനീപമൂല്യ വിഡ്ഢിത്തം പറയരുത്. ഏതായാലും ഒരു സംഗതി നമ്മൾ ഉപദേശിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ ചെയ്യലാണല്ലോ നല്ലത്. ദാവീദ കെട്ടൊന്ന് അയച്ചാടെ വെച്ച് എന്താ വെച്ചാൽ ഇരിക്കണം. നിങ്ങളുടെ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല, ഇരിക്കണം, മൈക്കെടുക്കരുത്. കാരണം ഇസ്തിഗാസ അനുവദനീയമാണ്, സുന്നത്താണ് ഞങ്ങൾ പറയുന്നത്. ഇസ്തിഗാസ അനുവദനീയമാണ്, സുന്നത്താണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഒരു കാര്യം അനുവദനീയമാവില്ല, സുന്നത്താവില്ലെങ്കിൽ ആ കെട്ട് തൽക്കാലം അയച്ച് വേറെ എടുത്തെങ്കിലും കൊടുത്താൽ. അതുകൊണ്ട് ആ വിഷയം നിർത്തി നിങ്ങൾ പറഞ്ഞു ഇക്കാലം വരെ നിങ്ങൾ പറഞ്ഞെന്താ ഇവിടെ തുടങ്ങിയത് മുതൽ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ ഹുക്കുമ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഹുക്കുമ അറിയില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളെ ഹുക്കുമാണ് പറഞ്ഞത്. ഞങ്ങളെ ഹുക്കുമ പറഞ്ഞു മുബാഹാണ്, പുണ്യകർമ്മമാണ്, അത് ഷാഫി കിതാബ് കൊണ്ട് തെളിയിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഷാഫി കിതാബ് കൊണ്ട് തെളിയിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വാദത്തിലേക്ക് നിങ്ങൾ വരണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വാദത്തിലേക്ക്, നിങ്ങളുടെ ഈ വിഷയത്തിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാകണം. ഒന്നുകിൽ നിങ്ങൾ ഹറാമാണെന്ന് എഴുതണം. ഞാൻ നേരത്തെ ചോദിക്കാൻ വിചാരിച്ച സംഗതി, നിഷിദ്ധാണ് എഴുതിയാൽ മതിയോ എന്ന് ചോദിച്ചിരുന്നു നിങ്ങൾ. അതെ